Good morning. ഒരു ബാഗാണ് പെയർ ചെയ്യുന്നത്. ഈ ഒരു ബാഗ് ഞാൻ എടുത്തുള്ളൂ, ബട്ട് എങ്കിലും ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് പെയറായി പോകുന്നുണ്ട്. ഈ ഒരു ഷൂസ് പക്ഷെ ഫുൾ ഇന്നലെ ഇട്ട് ചെളിയായി. ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഡേ 2 ആണ്. ഇപ്പോൾ ഞാൻ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ട് ആണ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ അഡ്വഞ്ചറായ ബോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല തണുപ്പായിരുന്നുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല. അതുപോലെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ അല്ല. നമ്മുടെ ലിഫ്റ്റ് എത്തി. സോ ഗായ്സ്, നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് കയറിയില്ലേ, അവിടെ തന്നെയാണ് വന്നത്. ഇന്നും ആളില്ല കേട്ടോ. ഞങ്ങൾ വെജ് കുറുമയും ഇടിയപ്പവും അപ്പവുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്ര സാമ്പാറിൻ്റെ പീസ് വരെ ക്യാഷിന് ഇട്ടിട്ടുണ്ട് നമ്മൾ. കറി വെള്ളം പാൻറ്റിൽ വീണ ഫുള്ള് കളറാവും. ചേട്ടൻ ഡ്രസ്സ് വൈറ്റിന് വീണ പോയി. ഞാൻ വെജിറ്റബിൾ ഷോപ്പ് കാണിച്ചു തരാം. ഇത് ഇത്രയും വേവാത്ത നിലക്കറിയാണ് കേട്ടോ. ക്യാരറ്റ് എല്ലാം ഉണ്ട്. എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അടുത്ത നമ്മൾ ഇന്നലെ ചായ കുടിച്ചില്ലേ ഇറാനി ഷോപ്പ്, അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് പോകുമ്പോഴാണ് നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടർ. കുറച്ച് ദൂരേ ഉള്ളൂ, അപ്പോൾ ശേഷം നടക്കാം. എൻ്റെ ഷൂ ലേസിന് നീളം കൂടുതലെന്നാണ് തോന്നുന്നത്. നീളം കൂടുതലുള്ള ഷൂ ലേസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ ചായ കുടിച്ചില്ലേ ഇറാനി, അവിടെയാ ഇതിൻ്റെ റൈറ്റ് സൈഡ് അല്ലേ? റൈറ്റ് സൈഡിലോട്ട്. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? റൈറ്റ് സൈഡല്ലേ? ലൊക്കേഷൻ ഇടാന്നാ, ലൊക്കേഷൻ ഇട്ട് നോക്കാം. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, കൊള്ളാല്ലേ? ഇങ്ങോട്ടായിരിക്കാം. നമ്മൾ ലൊക്കേഷൻ നോക്കിയ സമയത്ത് ഇങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ടായിരിക്കാം. എല്ലായിടത്തേലും ചോദിച്ചു നോക്കാം. ഇനിയൊരു 300 മീറ്ററും കൂടെ നടന്നാൽ മതി. അതായത് ഒരു 4 മിനിറ്റ് വാക്കെന്നാണ്. അവർ കുറേ വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരണുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നായിരിക്കും. നല്ല വ്യൂ അല്ലേ ഗായ്സ്? അങ്ങനെ നമ്മൾ നടന്ന് ബോട്ടിംഗ് സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ബോട്ടിംഗ് സ്ഥലത്തല്ല, ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ചോദിച്ചെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇന്നലെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്നാണ് വിചാരിക്കുന്നത്. കാണത്തില്ല, എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. നമുക്ക് നോക്കാം. ബസ്സിൽ കയറി നോക്കിയിട്ട് കയറിയത്. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഐ തിങ്ക് നമുക്കൊരു ഗൈഡ് കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ആനെ കണ്ടോ? അങ്ങനെ നമ്മൾ എത്തി. ദേ ഒരു കടുവ.
അനിമൽസിനെ ഒന്നും കാണാതെ കുരങ്ങന്മാരുണ്ട് കേട്ടോ, കുറേ ഉണ്ട് കുരങ്ങന്മാർ. അമ്മി ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം, അത് വേറെ വഴി കൂടെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അപ്പർ എടുത്ത് തന്നിട്ടുണ്ട് ബോട്ടിങ്ങിൽ. എന്തായാലും അപ്പറാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ, അതുകൊണ്ട് അപ്പറാണ് എടുത്തു തന്നത്. നമ്മുടെ ബോട്ടിന്റെ പേരെന്തോ? വനജോത്സന. എവിടെ? രണ്ടാമത്തെ അല്ലേ. നമ്മുടെ ബോട്ട് വനജോത്സനയാണ്. അതിൽ അപ്പറാണ്. സൈഡ് കിട്ടും അല്ലേ? 19-20 അല്ലേ? നമുക്ക് കടുവയെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. രാവിലെ വന്നാൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, പക്ഷെ രാവിലെ ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അറിയത്തില്ല, ചിലപ്പോ ബൈ ചാൻസ് കാണാൻ പറ്റിയാലോ. ഗൈസ്, നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടിയേട്ടോ. അവിടെ ഉണ്ടല്ലോ അങ്ങ് ദൂരെ മ്ലാവ് നിൽക്കുകയാണ്, കാണാൻ പറ്റത്തില്ല ഗൈസ്. നമുക്കൊരു ഐഫോണൊക്കെ എടുത്തിട്ട് സൂം ചെയ്ത് തരാം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അത് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാണാനായിട്ട്. ബോട്ട് മുങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ബലൂണൊക്കെ ഉണ്ട് ഗൈസ്, ഇതൊക്കെ എടുത്ത് നമുക്ക് പൂളിൽ ഇത് കൊണ്ടുവരുന്നേ കൊള്ളായിരുന്നു. അത് ഭയങ്കര താഴ്ചയുള്ള പൂള്, കിട്ടിയതേ കൊള്ളായിരുന്നു. അവിടെ ഡിയർ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടില്ലേ വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് ഇടിച്ച് കയറി വരുന്നുണ്ട്, നോക്കോ. ജസ്റ്റ് മിസ്. അത് പ്രൈവറ്റ് ബോട്ടാണോ? 2 പേരേ ഉള്ളൂ അതില്. ബൈനോക്കുലറിൽ കൂടെ ഞങ്ങളുടെ വ്യൂ ആണ് കേട്ടോ. അത് എന്ത് ദൂരത്താണെന്നറിയാമോ, എന്ത് ഫോക്കസ് ആയി. അവിടെ ഒരു ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ, ഒരു കൂട്ടുകുടുംബമായിട്ടുണ്ട്. അതിൻ്റെ അഡയിലാണ് കേട്ടോ. നമുക്ക് പൈനാക്കുലർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ അല്ലാതെ കിട്ടണില്ല. അതാ എവിടെയുണ്ട്, വേണ്ട നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ചേട്ടനാണ് കേട്ടോ. രസമുണ്ടല്ലേ. ഇവിടെ കാണുന്നത് KTDCയുടെ ലേക്ക് വ്യൂ പാലസ്. അവിടുത്തെ നമ്മൾ നോക്കി, അവിടുത്തെ റേറ്റ് വരുന്നത് 10,000 റുപ്പീസാണ് പെർ ഡേ. 10,000 റുപ്പീസ്. അതിൽ പാക്കേജ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റേ മാത്രമാണ്. ബട്ട് വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഉടുമ്പ് കിടപ്പുണ്ട് കേട്ടോ, കിടപ്പുണ്ട്. റെസ്റ്റ് ചെയ്യുക അവിടെ, ഫുള്ള് ഭയങ്കര റെസ്റ്റിങ്ങില്. സൺബാത്ത് ഉണ്ട്. കൊണ്ടേലെ മങ്കിയില്ലേ, അവിടെ കാണുന്നത്, അവിടെ അനങ്ങുന്നുണ്ടോ. പിന്നെ നമുക്ക് കടുവയെ കാണാൻ പറ്റുമെന്ന്, രാവിലെ ആണെങ്കിൽ കടുവയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഒരു 9 മണി ടൈം ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ് ലാസ്റ്റ് ബോട്ടിങ്ങിൽ കയറണം.
വലിയൊരു കാളയുണ്ട് കേട്ടോ. കാളയാണ് എന്ത് പറയണേന്ന് അറിയത്തില്ല. അതേപോലൊരു സംഭവം, ദേ ആ ഒരു ഐലൻഡ് പോലത്തെ സംഭവം ഇല്ലേ, അതിന്റെ ബാക്കിലുണ്ട്. നമുക്ക് ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ ബോട്ട് എന്തായാലും അടുത്തോട്ട് പോകണുണ്ട്, നമുക്ക് നോക്കാം. കാട്ടുപോത്ത് 3 പേരെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരാണും ഒരു പെണ്ണുമാണ്. അതെങ്ങനെ മനസ്സിലായോ? ആണിന്റെ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വഴി അറിയത്തില്ല ഗായ്സ്. വൈൽഡ് ബഫലോസിനെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിവിടെ ഇവരുടെ KTDCയുടെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. 4000 ആണ് പറഞ്ഞ. അവിടെ കണ്ടു, അത് കാടിനകത്തൂടി നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. എന്താ അവർ ഈ ഒരു വണ്ടിയല്ല സോറി, എന്ത് കെട്ടുകളോ ഇതില് ദേ കണ്ടോ, ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ട്രക്കിങ് അതിനേക്കാളും അടിപൊളിയായിരിക്കും. 4000 ആണ് വരുന്നത്, ഒരു ദിവസം സ്റ്റേയും റൈഡും, മീൻസ് ഈ ഒരു ട്രക്കിങ്ങും. ബോട്ടിങ് കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ തേക്കടി വരണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ബോട്ടിങ്ങിന് വരണം. വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ലോട്ട്, രാവിലത്തെ ആദ്യത്തെ സ്ലോട്ട് ഉണ്ടല്ലോ, അതിനാണ് കയറേണ്ടത്. കാരണം എന്താ വെച്ചാൽ എങ്കിലേ നമുക്ക് ആനിമൽസിനെ കൂടുതൽ കാണാൻ പറ്റൂ. അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അതും കുറച്ച് യൂസ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് ലോവർ സീറ്റാണ് കിട്ടിയത്, പക്ഷെ ആ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആ ചേട്ടൻ വിചാരിച്ചിട്ട് നമുക്ക് അപ്പർ സീറ്റ് കിട്ടി. അപ്പർ സീറ്റ് കിട്ടിയോണ്ട് നമുക്ക് ഇത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റിയത്. നല്ല തണുപ്പുണ്ട്, സൂപ്പർ. പിന്നെ നമുക്ക് നല്ല ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ഈ കാടിന് പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബൈ ബൈ. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ക്ലൈമറ്റും പൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. ബൈ ബൈ ബൈ. ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബിരിയാണി ഒരു മീൽസുമാണ് പറഞ്ഞത്. പായസം, നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അടുത്ത് നമ്മൾ മുന്തിരിപ്പാടം കാണാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു ബസ്സുണ്ട്, അപ്പോൾ ആ ബസ്സിൽ പോയിട്ട് പാടം കാണാനായിട്ടാണ്. അവിടെ നിന്നായിരിക്കും നമ്മൾ റിട്ടേൺ മറ്റു ബസ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് മുന്തിരിപ്പാടത്തോട്ടാണ് പോണത്. മുന്തിരിപ്പാടത്ത് പോകാനായിട്ട് നമ്മളിപ്പോൾ കുമ്പിളി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പോയി ചോദിച്ചു നോക്കാം, അങ്ങോട്ട് എന്തോ കമ്പം അല്ലേ, കമ്പത്തോട്ട് ബസ് എപ്പോഴാന്ന്. എങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് നമുക്ക് കുമ്പിളിയിൽ നിന്നാണ് നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ടുള്ള ബസ്. എങ്കിൽ കമ്പത്തിന്ന് കയറാം, കമ്പത്തിന്ന് ആ ബസ് എടുക്കുന്നതെങ്കിൽ കമ്പത്തിന്ന് കയറി നമുക്ക് ട്രിവാൻഡ്രം പോകാം. നമുക്ക് ഇപ്പം അത് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ബസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതല്ല, ഇപ്പൊ നമ്മൾ ആ റോഡിൽ നിന്നിരുന്നെങ്കിലേ നമുക്കിപ്പോ അറിയത്തില്ല. ബസ് വരത്തിന് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ അപ്പൊ ഇൻഫർമേഷൻ കിട്ടി. എന്താണ്, നമുക്ക് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഏത് സമയത്തും ബസ് ഉണ്ട് കണ്ടു. നമുക്കൊരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. ഉച്ചക്ക് ചോറുണ്ടില്ലേ, അതിലൂടെ പുഴുങ്ങി തിന്നു. അവിടെ പോയി ചോദിച്ചാലേ പറ്റുള്ളൂ. ഇൻട്രോവേർട്ടാണ്, ചോദിക്കാൻ പറ്റൂല. മര്യാദക്ക് പറഞ്ഞു അവിടെ നിന്ന് കേറിയ ബസ്സുണ്ട്. ഇപ്പൊ പോയി ചോദിച്ചാലേ പറ്റുള്ളൂ. അവിടെ ഇരുന്നോ, ഒരു തിരുവനന്തപുരം ബസ് അവിടെ കിടപ്പില്ലേ, അതിൽ പോവാൻ. ഇവിടെ നിന്ന് എപ്പോഴും ബസ് ഇല്ല എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ഡ്രൈവർ ചേട്ടൻ തന്നെ പറഞ്ഞത്. അവിടെ പോയാൽ തമിഴ്നാട് ബസ് കിട്ടും. ഇവിടെ കമ്പ എവിടെയാണ്? കമ്പം തമിഴ്നാട്ടിലാണ്. നമ്മള് ചെക്ക് പോസ്റ്റ് കേറാൻ പോവാണ്. വലിയൊരു പറയണ എന്താണെന്ന് വെച്ചാൽ കേൾക്കാനുള്ളൊരു. അതെ, നമ്മൾ പ്രായത്തിന് മൂത്തവര് പറയണം, നമ്മള് കേൾക്കണം.